യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയം ദൈവത്തിൻ്റെ വചനവുമായി നമുക്കിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മൾ പലപ്പോഴും പ്രതീക്ഷകളില്ലാതെ കടന്നു വന്നാലും നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ ദൈവം ശക്തനാണ്. കാരണം നമ്മുടെ ദൈവം സർവശക്തനായിരിക്കാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. പ്രവൃത്തികൾ 1-ാം അധ്യായം 14-ാം വാക്യം ഞാൻ വായിക്കാം. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആ കാലത്ത് ഏകദേശം 120 പേരുള്ളൊരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഇവിടെ പറയുകയാണ്, സ്തോത്രം, പത്രോസ് അവിടെ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് നടത്തുകയാണ്. അത് സ്തോത്രം വളരെ ഐക്യതയോടും വളരെ സ്നേഹത്തോടും യാതൊരു ഇടർച്ചയും ഇല്ലാത്തൊരു മീറ്റിംഗ് ആയിരുന്നു പെന്തക്കോസ്ത് എന്നുള്ള ആദ്യത്തെ മീറ്റിംഗ്. ദൈവാത്മാവ് എന്ത് സംസാരിക്കുമെന്ന് വളരെ ആകാംക്ഷയോടുകൂടെ എല്ലാവരും കാത്തിരിക്കുക. ഇന്ന് പകൽക്കാലം ഇരിക്കുന്നത് പോലെ ദൈവമേ ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കണമേ എന്നുള്ളൊരു മനോഭാവത്തിൽ അവരെല്ലാവരും. എന്നാൽ 21-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ കാണാം പത്രോസിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ടുപിരിഞ്ഞ ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന നാളെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളുടെ കൂട്ടത്തിൽ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളെപ്പോലൊരു പ്രശ്നത്തിന് മുമ്പിൽ ഇവർ വന്നിരിക്കുന്നത്. കാരണം 12-ാമത് യേശുവിന്റെ കൂടെ നടന്ന യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു, സഭയ്ക്ക് നാണക്കേടുണ്ടാക്കി, തൂങ്ങി മരിച്ചു. അപ്പോൾ ഈ ദുഃഖത്തിലും ഇനിയൊരു 12-ാമനെ വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തും അവരിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ സ്തോത്രം, പുനരുദ്ധാനത്തിനൊരുത്തനെ സാക്ഷിയായി ഞങ്ങൾക്ക് വേണമെന്ന പ്രാർത്ഥനാ വിഷയം. പലപ്പോഴും സ്തോത്രം അന്ന് ആ സഭയ്ക്ക് നേരിട്ട, ആ കൂട്ടത്തിന് നേരിട്ട വലിയൊരു നാണക്കേടാണ്. കാരണം എന്നറിയാമോ? സ്തോത്രം, ഇത്രയും വലിയ പ്രവാചകനായ യേശുവിന് ഇങ്ങനെ പറ്റിയല്ലോ, യൂദാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അകറ്റി നിർത്താൻ യേശുവിന് പറ്റിയില്ലല്ലോ എന്നൊക്കെ ആളുകൾ പറഞ്ഞേക്കാം. പക്ഷേ മനുഷ്യന്റെ പദ്ധതികൾക്കപ്പുറത്ത് ദൈവിക പദ്ധതിയുടെ ആഴം, സ്തോത്രം, അത് അതിനേക്കാൾ വലുതായിരുന്നു. നമ്മളെല്ലാം കൺഫ്യൂഷന്റെ മുമ്പിലാണ് വന്നിരിക്കുന്നതല്ലേ. ആരെ തെരഞ്ഞെടുക്കും? പിന്നെ നാട്ടുകാർ അതും ഇതൊക്കെ പറയുക, പെന്തക്കോസിന് പോയിട്ട് നീ എന്നാ നേടി, നിങ്ങൾ പിറകെ നടന്ന യേശുവിനെ കാണാനില്ല, ക്രൂശിക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ പറയുന്നു. സ്തോത്രം, കൂടെ നടന്ന ഒരുത്തൻ ചതിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്ന ഉറപ്പ്. അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനാ. ഓർക്കണം, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷന്റെ മധ്യത്തിലാണോ? പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുക. 23-ാം വാക്യം പറയുന്നു, അങ്ങനെ യൂസ്തോസ് എന്ന് പേരുള്ള ബർശബ എന്ന ജോസഫ്, മത്തിയാസ് എന്ന് 2 പേരെ നിർത്തി. എന്നിട്ട് പറയുകയാണ്, സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവമേ സ്തോത്രം, ഇവരിൽ ആരെ തിരഞ്ഞെടുക്കുന്നു എന്ന് ഞാൻ കാണിച്ചു തരണമേ, ആരെ തിരഞ്ഞെടുക്കുന്നെന്ന് കാണിച്ചു തരണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ വളരെ ആത്മാർത്ഥമായി, വളരെ ഐക്യതയോടെ, യാതൊരു ഇറച്ചിയുമില്ലാതെ ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാവോ, പരിശുദ്ധന്മാർ അവരോട് വന്ന് സംസാരിച്ചില്ല, പ്രവാചകൻ വന്ന് സംസാരിച്ചില്ല. അവരെന്നാ ചെയ്യുന്ന അറിയുമ്പോൾ ഒരു ചീട്ടിട്ടു. താഴെ പറയുന്നു, ആ ചീട്ട് മത്തിയാസിന് വീണു. ഇത് ഭയങ്കര ആഴമേറിയ ഒരു ദൂതാണ് കേട്ടോ. ഈ ദൂത് നമ്മുടെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സ്തോത്രം മത്തിയാസിന് ചീട്ട് വീണപ്പോൾ നമ്മൾ കരുതി 12-ാമത്തെ അപ്പോസ്തലനാണ് മത്തിയാസ്. അമേൻ. ഇനി യേശുവും മത്തിയാസിനെ തിരഞ്ഞെടുത്തെന്നെല്ലാം നമ്മൾ കരുതി. ഞാനും വർഷങ്ങളായിട്ട് അങ്ങനെ കരുതിയതാ. പക്ഷേ അവിടെ ചില ട്വിസ്റ്റുകൾ സംഭവിച്ചു. സ്തോത്രം, ഞാനൊരു ദൂത് പറയാം. നമ്മളൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിസ സംബന്ധമായ കാര്യത്തിലോ നമ്മുടെ എന്തെങ്കിലും ഫ്യൂച്ചർ സംബന്ധമായ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കിട്ടത്തില്ലെന്ന്. സ്തോത്രം. പക്ഷേ ദൈവം ഒരു ട്വിസ്റ്റ് ചെയ്താൽ എത്ര അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായി തീരുമെന്ന് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ മത്തിയാസ് എല്ലാ മീറ്റിങ്ങിനും മുന്നിൽ തന്നെ ഉണ്ടാകും കേട്ടോ. എല്ലാ മീറ്റിങ്ങിനും അപ്പോസ്തല പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവിടെ മത്തിയാസ് ഉണ്ടായിരുന്നു. ഈ ശിഷ്യന്മാരുടെ കൂടെ നടക്കാൻ മത്തിയാസ് ഉണ്ടായിരുന്നു. എല്ലാത്തിലും മത്തിയാസ് ഭയങ്കര ആക്റ്റീവാ. അപ്പൊ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പെന്തക്കോസ്ത് നാളിൽ പിളർന്നിരിക്കുന്ന അഗ്നിനാവ് മത്തിയാസിന്റെ മുകളിൽ പതിഞ്ഞെന്ന് സ്തോത്രം നമുക്ക് ചിന്തിക്കാം.
എന്നാൽ മത്തായി സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ യേശു പറഞ്ഞൊരു പദം നമ്മൾ ഓർക്കണം. മത്തായി സുവിശേഷം 19:30, എങ്കിൽ മുമ്പന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ പലരും മുൻപന്മാരുമാകും. സ്തോത്രം. ഇന്ന് പാർക്കാനും പറയട്ടെ, മുമ്പന്മാരെന്ന് നമ്മൾ കരുതുന്ന പലരും അവരെല്ലാം പിൻപന്മാരായി മാറാൻ പോകുകയാ. പിൻപന്മാരെന്ന് നമ്മൾ തള്ളിക്കളഞ്ഞ പലതിനെയും ദൈവം മുന്നിലോട്ട് കൊണ്ടുവരാൻ പോകുകയാ. പ്രതീക്ഷയില്ലാത്തവരെ കയറി വരാൻ പോകുന്നത് എത്ര വിശ്വസിക്കുന്നു? ആമേൻ. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചു അവനായിരിക്കാം, അവനല്ല, അതിന്റെ അപ്പുറത്ത് ദൈവത്തിന് വേറെ ചില പദ്ധതികളുണ്ടെന്ന്. മനുഷ്യന്റെ പദ്ധതികളെല്ലാം മാറിപ്പോകും. ദൈവത്തിന്റെ പദ്ധതികൾ അത് മാത്രമേ നിവർത്തീകരിക്കപ്പെടത്തുള്ളൂ. മത്തായി സുവിശേഷം 19:28 പറയുന്നു. അത് ഫുള്ള് വായിക്കണ്ട സിസ്റ്ററെ, അതിലൊറ്റ കാര്യം മാത്രം വായിച്ചാൽ മതി. ഈ 12 പേരും 12 സിംഹാസനങ്ങളിലിരുന്ന് 12 ഗോത്രത്തിന് ന്യായം വിരിക്കുമെന്ന് എന്ന് വെച്ചാൽ ഈ മത്യാസ് കയറി നിസാര സ്ഥാനത്തല്ല. എന്തിനാണെന്നറിയാമോ? ഈ സ്വർഗത്തിൽ 12-ാം സ്ഥാനത്താക്കാൻ മത്യാസ് കയറിയിരിക്കുന്നത്. അതാണ് മത്യാസിന് കൊടുത്ത സ്ഥാനം. എന്ന് വെച്ചാൽ 12 ഗോത്രങ്ങളെയും ന്യായം വിരിപ്പാനുള്ള ഒരു അധികാരമാണ് മത്യാസിന് കിട്ടിയിരിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു പത്രോസ് വിചാരിച്ചാൽ ഇത്രയും വലിയ പൊസിഷൻ കൊടുക്കാനൊക്കോ? എനിക്കൊരാൾ ഓർഡിനേഷൻ തന്നതുകൊണ്ടോ, എനിക്കൊരാൾ സ്ഥാനം തന്നതുകൊണ്ടോ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുമോ? ഞാൻ മത്തായി സുവിശേഷം വെച്ച് വെളിപ്പാട് വരെ വായിച്ചു. അവിടെ മത്യാസിനെ കാണുന്നില്ല. അന്ന് തിരഞ്ഞെടുത്ത അന്ന് മാത്രമേ മത്യാസ് ഉള്ളൂ. പിന്നെ മത്യാസിന്റെ അഡ്രസ്സും ഇല്ല. മത്യാസ് എവിടെയാണെന്നും അറിയത്തില്ല. മത്യാസ് തിരഞ്ഞെടുക്കപ്പെട്ടതായി ബൈബിളിൽ എവിടെയും കാണുന്നുമില്ല. എനിക്കൊരു സഭയെ അറിയാം, അവിടെ എല്ലാ വർഷവും കുറഞ്ഞൊരു 12 പേരെ ഓർഡിനേഷൻ ചെയ്തു വിടും. എൻ്റെ ഒരു കണക്ക് പറയാണ്, ഒരു 12 പേരെ. സ്തോത്രം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഓർഡിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവരെ കൊണ്ടൊരു ഈച്ചയുടെ തലവേദന പോലും സൗഖ്യമാക്കാൻ പറ്റിയിട്ടില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ ഈ ഓർഡിനേഷൻ കൊടുക്കുന്നത് മനുഷ്യനാണ്, ദൈവമല്ല. ഇതിലെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പത്രോസ് ഓർഡിനേഷൻ കൊടുത്ത മത്യാസിന് ദൈവം ഉപയോഗിച്ചില്ലെന്ന ബൈബിളിൽ കാണുന്നത്. പക്ഷേ ദൈവം ആരെ തെരഞ്ഞെടുത്തു, ആർക്കാണ് ഈ 12-ാമത്തെ സ്ഥാനം കിട്ടാൻ പോകുന്നതെന്ന് ഞാൻ വളരെ ആകാംക്ഷയോടെ ബൈബിൾ വായിച്ചു. അതിന് നിങ്ങൾക്ക് ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ഈ മെസ്സേജ് അവന് കേട്ട് കാണത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 7-ാം വാക്യത്തിൽ അതിന്റെ ആഴം കിടപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതും ആയ വാഗ്ദത്തത്തിലേക്കുള്ള പ്രത്യാശ ഏതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലി ആകുന്നു രാജാവേ യഹൂദന്മാർ എന്റെ മേൽ കുറ്റം ചുമത്തുന്നത്. അതാരാ പറയുന്നതെന്നറിയാമോ? നമ്മുടെ സാക്ഷാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ സ്തോത്രം ഇന്ന് തടവിലാകാൻ കാരണം, ഞാൻ ഇന്ന് വിസ്തരിക്കപ്പെടാൻ കാരണം എന്തെന്നറിയാമോ? എനിക്കൊരു പ്രത്യാശയുണ്ട്. 12 ഗോത്രങ്ങളും ആരാധിക്കുന്ന ആ ദൈവിക വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിപ്പാൻ ഞാൻ കഷ്ടപ്പെടുകയാ. എന്ന് വെച്ചാൽ ആ 12-ാം സ്ഥാനം ഉണ്ടല്ലോ, ഒഴിഞ്ഞു കിടക്കുന്ന കസേര, അത് മത്യാസിന് ഞാൻ കൊടുക്കത്തില്ല. എന്നെ വിളിച്ച എന്റെ ദൈവത്താൽ ഞാൻ ആ മേഖല പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് പൗലോസ് ഇവിടെ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുക. വായിച്ചപ്പോൾ എൻ്റെ അകങ്ങോട്ട് നിറഞ്ഞു. എന്തെന്നറിയാമോ? നമ്മുടെ മുമ്പിൽ ഒരു ഓട്ടമുണ്ട്. എന്താണ് ഓട്ടം? വാഗ്ദത്തം പ്രാപിക്കാനുള്ള ഒരു ഓട്ടം. അതൊരു പത്രോസ് വിചാരിച്ചാൽ തടയുന്നതല്ല. ഏതോ 12 പേര് ഗ്രൂപ്പ് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ലെന്ന്. ദൈവം നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന വിളി, ആ പ്രത്യാശ വലുതാ. ആ 12-ാമത്തെ സ്ഥാനം തനിക്ക് ലഭിക്കുമെന്ന് പൗലോസിന് വലിയ ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ട് താഴത്തെ വാക്യം പൗലോസ് പറയുന്ന, അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ നീ വിശ്വസിക്കുന്നുവോ? കാര്യം എന്തെന്നറിയാമോ? ഞാൻ കണ്ണ് കാണാതെ ഇരുന്ന സമയത്ത് എന്റെ റൂമിലോട്ടേക്ക് ഇറങ്ങി വന്ന ഒരു അനന്യാസ് എന്ന പ്രവാചകൻ എന്നോട് പ്രവചിച്ചതാ. കാലഘട്ടത്തിന്റെ പ്രവാചകനായും കാലഘട്ടത്തിന്റെ അപ്പോസ്തലനായും എന്നെ ദൈവം തെരഞ്ഞെടുത്തത്. അങ്ങനാണെങ്കിൽ ഞാനാണ് ആ 12-ാമൻ. ഇവിടെ ഇരിക്കുന്ന ദൈവവൈതലേ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളോടൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ അത് തടയുവാൻ ആരെക്കൊണ്ടും ഒക്കത്തില്ല. നിങ്ങളുടെ വാഗ്ദത്തത്തിലോട്ട് കയറാൻ പോകുക. സ്തോത്രം. പൗലോസ് പറയുകയാണ്, ഇന്നത്തെ എന്റെ കഷ്ടതകളും ഇന്നത്തെ എന്റെ വെല്ലുവിളികളും ഇന്നത്തെ എന്റെ തടവുകളും അതെല്ലാം താൽക്കാലികമാണ്. ഇതിനെല്ലാം തകർത്തുകൊണ്ട് ആ പ്രത്യാശയിലോട്ട് 12 ഗോത്രങ്ങളും ആരാധിക്കുന്ന സ്തോത്രം എത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യാശയിലോട്ട് ഞാൻ ഓരോ ദിവസം കയറിക്കൊണ്ടിരിക്കുക. ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുന്നു, നിങ്ങളുടെ പ്രത്യാശ കുറച്ചു കളയരുത് കേട്ടോ, നിങ്ങളുടെ ആരാധന കുറച്ചു കളയരുത്. നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്.
നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ടെന്ന് ദൈവാത്മാവ് പറയുക. പത്രോസിനോട് ആളുകളെല്ലാം ചോദിച്ചു, യേശുവിന്റെ കൂടെ നടന്നതല്ലേ പത്രോസേ, ആരെയാണ് തിരഞ്ഞെടുത്തത്? പത്രോസ് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു മത്യാസിനെയാണെന്ന്, ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. സ്തോത്രം. അങ്ങനെ പൗലോസിന് അവിടെ നിന്നും പോവാൻ അവസരമില്ല. അതുകൊണ്ട് അവസരമില്ലാത്തത് കൊണ്ടും ആരും കൂടെ നിൽക്കാത്തത് കൊണ്ടും ആരും പ്രാർത്ഥിക്കാത്തത് കൊണ്ടൊന്നും ഭാരപ്പെടേണ്ട കേട്ടോ. ലോകസ്ഥാപനത്തിന് മുന്നമേ അവനെ തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ആര് റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും ആര് കൂടെ നിന്നില്ലെങ്കിലും വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ നിന്നെ അവസാനത്തോളം കാപ്പാൻ ശക്തനായ ദൈവം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 26-ാം വാക്യം പറയുന്നു, പൗലോസ് യെരുശലേമിൽ എത്തിയാരെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവനൊരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. എന്ന് വെച്ചാൽ തനിക്ക് വിളിയുണ്ട്, തനിക്ക് വാക്തത്വമുണ്ട്, തനിക്കൊരു സപ്പോർട്ട് കിട്ടും, തനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നത് കരുതി പോയതാ. പക്ഷെ പത്രോസ് ടീമും പറഞ്ഞെന്തെന്നറിയാമോ? പൗലോസേ, തിരഞ്ഞെടുത്തത് മത്യാസിനെയാ, അതുകൊണ്ട് നീ പോയി മറ്റെന്തെങ്കിലും കാര്യം ചെയ്തിച്ചു പൊക്കോ എന്ന് പറഞ്ഞു കാണാം. അവൻ ആരും കൂടെ കൂട്ടുന്നില്ലെന്ന് വിചാരിച്ച്, ഇന്ന് പലക്കെ ദൈവാത്മാവ് സംസാരിക്കുക, ആരും സഹായിക്കുന്നില്ലെന്ന് വിചാരിച്ച് ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ലെന്നില്ല കേട്ടോ. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ പത്രോസിനെക്കാട്ടിലും വലിയവനായി നീ മാറാൻ പോകുക. ഗലാത്യലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് തന്റെ ദുഃഖം പറയുക. ഗലാത്യലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലോട്ട് പോകുകയും ദമസ്കോസിലോട്ട് മടങ്ങിപ്പോകുകയും ചെയ്തു. എന്ന് വെച്ചാൽ എവിടെ വെച്ചാണോ ദൈവശബ്ദം, ഞാൻ ദമസ്കോസിൽ വെച്ച ദൈവശബ്ദം കേട്ടത്, ഇവരൊന്നും എന്നെ കൂടെ കൂട്ടിയില്ലെങ്കിലും ഞാൻ ദമസ്കോസിൽ ചെന്ന് വീണ്ടും പ്രാർത്ഥിക്കും. ദൈവാത്മാവ് ചിലരോട് പറയുക, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാ നീ വന്നത്? എന്ത് ശബ്ദം കേട്ടാ വന്നത്? ആ ശബ്ദം തന്നെ നിന്നെ നടത്താൻ പോകുക. ഒരാൾ നിന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും, ഒരാൾ നിനക്കൊരു സഹായം ചെയ്തില്ലെങ്കിലും എനിക്കൊരു ദമസ്കോസ് ഉണ്ട്. ഞാൻ കേട്ടൊരു ദൈവശബ്ദം, ആ ദൈവശബ്ദം എന്നെ വളർത്താൻ പോകുക. ദൈവാത്മാവ് ചിലരോട് പറയുകയാണ്, നിങ്ങൾ കേട്ട ദൈവശബ്ദം മറക്കരുത് കേട്ടോ. ദമസ്കോസിൽ നിങ്ങൾ കേട്ട ഉണർവ്, പണ്ടത്തെ ഒരു ഉണർവുണ്ടല്ലോ, ആ ആദ്യ സ്നേഹമുണ്ടല്ലോ, ആദ്യ സ്നേഹം നിങ്ങൾ മറക്കരുത്. അത് തന്നെ നിങ്ങളെ നയിക്കാൻ പോകുക. പൗലോസ് പറഞ്ഞു, എനിക്ക് അപ്പോസ്തലന്മാരെയും കാണണ്ട, എനിക്ക് യെരുശലേമിലും പോകണ്ട, എനിക്ക് ആ പഴയ ദമസ്കോസ് മതി. ആ ദമസ്കോസിൽ ഒരു ഉണർവ് വ്യാപരിക്കാൻ പോകുക. ഈ മീറ്റിംഗിന്റെ അകത്ത് ദൈവ സാന്നിധ്യം നിന്നിൽ വെളിപ്പെടാൻ പോകുന്നതായി പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു. പത്രോസ് അപ്പോസ്തലിക ശുശ്രൂഷ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ടീമായി പ്രവർത്തിക്കുക. കാരണം കാൽക്കൽ പണമിട്ട് കൊടുക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പത്രോസിന്റെ. ബൈബിൾ പറയുന്നു, അപ്പോസ്തലന്മാരുടെ കാൽക്കൽ പണമിട്ട് കൊടുത്തെന്ന. പത്രോസ് പണ്ട് സ്തോത്രം മീൻ പിടിക്കാൻ പോയപ്പോൾ ഒന്നും കിട്ടാതെ ശൂന്യമായ കരങ്ങളുമായിട്ടാണ് എന്തിനു വന്നത്? സുവിശേഷ വിലക്ക് വന്നത്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് വെച്ച് നടക്കുമ്പോൾ ഇപ്പുറത്തൊരു പൗലോസ്, സ്തോത്രം, ഒരു ശൗലെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അകത്തളങ്ങളിൽ ദൈവരാജ്യത്തിന്റെ ദർശനം വെളിപ്പെട്ടു. ആമേൻ. സ്വർഗീയ ദർശനം വെളിപ്പെട്ടു. പൗലോസ് പണത്തിന്റെ പിറകെ പോകാതെ, സ്ഥാനമാനങ്ങളുടെ പിറകെ പോകാതെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദമസ്കോസിൽ നിന്നും അടുത്ത ശബ്ദം കേൾക്കാൻ മടങ്ങിപ്പോകുകയാ. അപ്പോസ്തലന്മാരിൽ നിന്ന് കിട്ടാത്ത ശബ്ദം, പ്രവാചകന്മാരിൽ നിന്ന് കിട്ടാത്ത ശബ്ദം ദമസ്കോസിൽ ദൈവം എന്റെ മേൽ പകരാൻ പോകുകയാ. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം പരിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ തരിക. ഈ മോശ ചെങ്കടലിന്റെ മുന്നേ പോയിട്ട് നിലവിളിച്ചു. എന്താണെന്നറിയാമോ? മുൻപിൽ അലറുന്ന ചെങ്കടൽ, പിറകിൽ കൊല്ലാൻ വരുന്ന ഫറവോന്റെ സൈന്യം. സ്തോത്രം. അതിന്റെ മുന്നിൽ മോശ പറഞ്ഞു, ദൈവമേ, ഇതിന്റെ മധ്യത്തിൽ ഞാൻ എന്നാ ചെയ്യും എന്ന് നിലവിളിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നിനക്ക് ഓൾറെഡി ഇറങ്ങുമ്പോൾ തന്നെ ഞാനൊരു വടിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രയൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി? ആ വടി നീ മറന്നു. നമ്മുടെ പ്രശ്നം അതാ. നീ ദമസ്കോസ് മറക്കരുത്, നിന്റെ കയ്യിലുള്ള വടി മറക്കരുത്. ഒരാള് കൂടെ നിന്നില്ലെങ്കിലും എല്ലാവരും നിന്നെ കുറ്റം പറയുമ്പോഴും ആ വടിയും ദമസ്കോസും നിന്നെ അടുത്ത ലെവലിലോട്ട് നയിക്കാൻ പോകുക. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു? നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നിന്നെ തിരഞ്ഞെടുത്ത ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. ഉടരാ വൈഡാ അറകന ഹസ്തര ജഗരം യേശുവിൻ നാമത്തിൽ അടുത്ത ലെവലിലോട്ട് ദൈവാത്മാവ് തന്റെ ജനത്തെ നടത്തുന്ന സമയം വരാൻ പോകുക. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ
പൗലോസ് പറഞ്ഞൊരു പദം വളരെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നെ ഭയങ്കര ബലപ്പെടുത്തിയതാണ് ഈ വചനം. എന്ന് വെച്ചാൽ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 19-20. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ മറ്റൊരുത്തനെയും ഞാൻ കണ്ടില്ല. എന്നിട്ട് അടുത്ത വാക്യം, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. എന്ന് വെച്ചാൽ നമ്മൾ കരുതുന്ന പല അപ്പോസ്തലന്മാരും സ്തോത്രം കൂടെ നിൽക്കണമെന്നില്ല കേട്ടോ, നമുക്കൊരു പ്രാർത്ഥിക്കണമെന്നില്ല കേട്ടോ, ദൈവത്തിന്റെ ആലോചന കറക്റ്റ് പറയണമെന്നില്ല കേട്ടോ. അത് ഭോഷ്കല്ല, അത് സത്യമാണ്. പക്ഷേ എനിക്കൊരു ദമസ്കോസ് ഉണ്ട്, എന്റെ കയ്യിലൊരു വടിയുണ്ട്, അതിനെ തടയുവാൻ ആർക്ക് സാധിക്കും? എന്നെ വിളിച്ചൊരു ദൈവം ഉയരത്തിലുള്ളതിനാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. പൗലോസ് അടുത്ത ദുഃഖം പൗലോസ് പറയുന്നത് എന്തെന്നറിയാമോ? 22-ാം വാക്യത്തിൽ പൗലോസ് പറയുക, യഹൂദിയിലെ ക്രിസ്തു സഭകൾക്ക് ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. പൗലോസേ, ഞാനൊരു ദൂത് പറയാം, നിന്നെ മുഖപരിചയമില്ലെങ്കിലും സ്തോത്രം, നിന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാ. ഉടരാ വൈഡരാ ശന്തല അരകനം. പൗലോസിന്റെ മരണം കഴിഞ്ഞു, 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും പൗലോസിന്റെ ലേഖനം വായിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അത്ര കാര്യം എന്തെന്നറിയാമോ? ഇത് മനുഷ്യന്റെ ശബ്ദത്താൽ വന്നതല്ല, 12ാമത് ദൈവം തെരഞ്ഞെടുത്ത ഒരു അപ്പോസ്തലനാണ് പൗലോസ്. ഈ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 22:18, നീ ബദ്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടുപോകാം, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാക്ക അവർ കൈകൊള്ളുകയില്ല. 21-ാം വാക്യം, അവൻ എന്നോട് നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കുമെന്ന് കൽപ്പിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, പത്രോസിനോട് സ്തോത്രം ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ആ പർത്തത്തില്ല കർത്താവേ, കാരണം സ്തോത്രം അവരുടെ മേൽ പരിശുദ്ധമ വന്നാലും എനിക്കങ്ങ് പറ്റുന്നില്ല, പാരമ്പര്യത്തിന്റെ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ. അതുകൊണ്ട് പൗലോസിനോട് ദൈവം പറഞ്ഞു, പത്രോസ് അങ്ങോട്ട് മാറി നിൽക്കട്ടെ, പൗലോസേ ഞാൻ നിന്നെ ദൂരത്തയക്കാൻ പോകുകയാ, നിന്റെ ശുശ്രൂഷ ദൂരത്താ, ആരും ശല്യപ്പെടുത്താത്ത ദമസ്കോസിൽ നിന്ന് പ്രാപിച്ച അഭിഷേകവുമായി ചില മണ്ഡലങ്ങളെ പൊട്ടിക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. സ്തോത്രം. അപ്പോൾ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, നമ്മുടെ വാക്തത്വം അവസാനിച്ചിട്ടില്ല, എല്ലാം തുടങ്ങാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മൾ ചിന്തിക്കുകയാണ് എല്ലാം തീർന്നെന്ന് തോന്നുമ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതി ആരംഭിക്കുന്നത്. പത്രോസ് കണ്ടിട്ടില്ലാത്തത്, ബാക്കി 11 പേര് കണ്ടിട്ടില്ലാത്തൊരു ശുശ്രൂഷ, ഒരു വലിയ ആത്മിക നന്മകൾ, ഭൗതിക നന്മകൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ദൂത് പറയുക. സ്തോത്രം. പലപ്പോഴും ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ചിന്തിക്കും, കർത്താവ് ഇത് ദൈവത്തിന്റെ ഹിതം തന്നെയാണോ? അവിടെ പോയിട്ട് എന്താ ഞാൻ ശുശ്രൂഷിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? പൈസ കിട്ടുമോ എന്ന് വെച്ചാൽ പൈസ ജോലിയിൽ കയറിയാൽ പണം കിട്ടുമോ? സ്തോത്രം. ഈ ഭാവി എന്താകുമെന്നൊക്കെ ചിന്തകൾ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ പൗലോസിനോട് ദൈവം പറഞ്ഞെന്തെന്ന് അറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം സ്തോത്രം 6-ാം വാക്യത്തിൽ പറഞ്ഞു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9:6, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ നിന്ന് നിന്നോട് സ്തോത്രം പറയുമെന്ന് അവൻ പറഞ്ഞു. എന്ന് വെച്ചാൽ സ്തോത്രം, നിന്നെ എത്തേണ്ട സ്ഥലത്ത് നീ എത്തുമ്പോൾ വാതിലുകൾ ഓട്ടോമാറ്റിക് തുറക്കുമെന്നാ ദൂത്. ദൈവത്തിന്റെ ആത്മാ പറയുക, സ്തോത്രം, നീ അവിടെ എത്തുമ്പോൾ ദൈവിക പദ്ധതികളിലോട്ട് കാല് വെക്കുമ്പോൾ, പൗലോസേ നിനക്ക് വേറെ പ്രവചനമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും, നിനക്ക് ആരും സപ്പോർട്ട് ഇല്ലെങ്കിലും അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാ പറയുക, ദൈവശബ്ദം കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. കാദേശ് മരുവിനെ നടുക്കുന്ന സ്തോത്രം വനങ്ങളുടെ തോലിരിക്കുന്ന യഹോവയുടെ ശബ്ദം യേശുവിന്റെ നാമത്തിൽ അത് ചിലതിനു വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. 7-ാം വാക്യം പറയുന്നു, അവന്റെ കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്ന്. എന്ന് വെച്ചാൽ കൂടെ നിന്നവരെല്ലാം എന്തെല്ലോ കേട്ടു അല്ലേ, പക്ഷെ അവർ കാണാത്തതൊന്ന് പൗലോസ് കണ്ടു. പരിശുദ്ധാത്മാ പറയുക, നിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ. നിന്റെ ആത്മാവിന്റെ കണ്ണൊന്ന് തുറക്കുമ്പോൾ ഉടനെ നിന്റെ വാക്തത്വങ്ങൾ നിന്റെ കയ്യിൽ വരും യേശുവിൻ നാമത്തിൽ. പത്രോസിനില്ലാത്ത വാക്തത്വങ്ങൾ, മറ്റുള്ളവർക്കില്ലാത്ത 12ാമത്തെ സ്ഥാനം പൗലോസ് നിന്നിലോട്ട് വെളിപ്പെട്ട് വരാൻ പോകുക.
ഈ ദൈവശബ്ദത്തിന്റെ പ്രത്യേകത പറയാം. പലരും ചോദിക്കും എന്തുകൊണ്ട് രോഗശാന്തി നടക്കാത്തത്, എന്തുകൊണ്ടാണ് വിടുതലുകളൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും രോഗികളായിട്ടോ ഇന്നൊരു വിഷയത്തിന് മറുപടി കിട്ടുമെന്ന് അറിഞ്ഞോ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ മേഖല ഈ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 9 അധ്യായത്തിൽ സ്തോത്രം 17 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 9 17 വാക്യം. അങ്ങനെ അനന്യാസ് സ്തോത്രം ആ വീട്ടിൽ ചെന്നു, അവന്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദരാ, കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മാ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണ് കാഴ്ച കിട്ടി. അങ്ങനാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, സ്തോത്രം, നീ ദൈവശബ്ദം കേൾക്കാൻ തയ്യാറാകുമ്പോൾ, ആമേൻ, ഒരുപാടൊന്നും പ്രാർത്ഥിക്കണ്ട, ഒരു പാവപ്പെട്ട ഉപദേശി തലയിൽ കൈവച്ചാൽ മതി, ഉടനെ തന്നെ സൗഖ്യം നടക്കുമെന്നേ. അവിടെ അപ്പോസ്തലന്മാരൊന്നും വന്നില്ല കേട്ടോ. ഒരു പാവം, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പോലും ഇല്ലാത്തൊരു പാവം പ്രവാചകൻ അവിടെ വന്നത്, അനന്യാസ്. അദ്ദേഹം തൊടുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ ഇന്ന് ദൈവാത്മാവ് ചിലരോട് പറയുക, ഈ പാവപ്പെട്ട ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇവിടെ രോഗശാന്തി നടക്കത്തില്ലെന്ന് ആര് പറഞ്ഞു? ഉടരാ വൈഡാ രാജവേശുവിൻ നാമത്തിൽ വലിയ മീറ്റിങ്ങുകളിൽ നിങ്ങൾ പോയാൽ കിട്ടാത്ത വിടുതലുകൾ ഇവിടെ നടക്കത്തില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ഇരിക്കുന്ന റൂമിന്റെ അകത്ത് തന്നെ ദൈവശക്തി വ്യാപരിക്കേണ്ടതിന് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധമായി പറയുക. എന്ന് വെച്ചാൽ ഇവിടെ പറയുകയാണ്, അനന്യാസ് പറയുകയാണ്, നിനക്ക് പ്രത്യക്ഷനായ ദൈവം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം ദൈവം പ്രത്യക്ഷനായിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. അതുകൊണ്ടല്ലേ കർത്താവിൽ വന്നത്, അല്ലേ? സ്നാനപ്പെട്ടത് അതുകൊണ്ടല്ലേ. ഇവിടെ അനന്യാസ് പറയുകയാണ്, നിങ്ങൾ സഹോദര, നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ ദൈവം എന്നെ അയച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധന്മാ പൂർണ്ണനാകേണ്ടതിനാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചില വിടുതലുകൾ വ്യാപരിക്കാൻ പോകുക. ഓ സ്തോത്രം, ചിലർ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ പോകുക. അതിനാണ് നമ്മളെ കൂട്ടിവരുത്തിയത്. പലപ്പോഴും പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്നും കിട്ടാതിരിക്കുമ്പോൾ ഈ കൊച്ചു മീറ്റിംഗ് മതി കേട്ടോ നമ്മുടെ ചരിത്രം മാറാൻ. അപ്പോസ്തലപ്രവൃത്തി 9:18 വാക്യം പറയുന്നു, ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. അടുത്ത അരമണിക്കൂർ കഴിഞ്ഞിട്ടോ അടുത്ത 2 മാസം കഴിഞ്ഞിട്ടല്ല, ഉടനെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകും. എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിന്റെ നാമത്തിൽ നീ പരിശുദ്ധന്മാ പൂർണ്ണനാകാൻ പോകുക. ഓ, ഉടനെ നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക. നീ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈകൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്യുക. എന്ന് വെച്ചാൽ ഉടനെ തന്നെ ഒരു ബലം വ്യാപരിച്ചു. ഉടനെ അരകണം യേശുവിൻ നാമത്തിൽ നിന്റെ മേലുള്ള വിളി നടക്കണമെങ്കിൽ പൗലോസ് നീ ബലപ്പെടണം. പരിശുദ്ധാത്മ പറയുക, ആരോഗ്യമില്ലാതെ മീറ്റിംഗിന് കയറിയെങ്കിൽ ദൈവാത്മാവ് നിന്നെ ബലപ്പെടുത്താൻ പോകുക. രോഗമായി മീറ്റിംഗിന് കയറിയെങ്കിൽ ഉടനെ ചില സൗഖ്യങ്ങൾ നടക്കാൻ പോകുന്നു. കാണുന്നു. സ്തോത്രം. ഈ പൗലോസ്, സത്യത്തിൽ പൗലോസിന് ആരാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്? പത്രോസ് അല്ലേ? ആണ്. പക്ഷെ പത്രോസ് വന്നില്ല. പത്രോസ് വരാത്തത് കൊണ്ട് ആരും വിഷമിക്കണ്ട. ഒരു അനന്യാസ് എഴുന്നേക്കാൻ പോകുക. നമുക്ക് വേണ്ടി ചില അനന്യാസമാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. നിനക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ, നിനക്ക് വേണ്ട സ്തോത്രം, നിനക്ക് വേണ്ട ചില ബലപ്പെടുത്തുന്ന മെസ്സേജുകൾ, നിന്റെ കുടുംബത്തിന് ആവശ്യമുള്ളതായിരിക്കുന്ന വഴി കാണിച്ചു തരുന്ന ചില അനന്യാസമാർ. പെന്തക്കോസ് നാളിലൊന്നും അനന്യാസ് ഉണ്ടെന്ന് എവിടെയും പറയുന്നില്ല. കാര്യം എന്തെന്നറിയാമോ? ഈ അനന്യാസിനെ വെച്ചത് പൗലോസിന് വേണ്ടിയായിരുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായത്തിലൊരു വാക്യമുണ്ട്. 15 വാക്യത്തിൽ സ്തോത്രം 7 വാക്യം, അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി, ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ കാണുകയാണ്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ആമേൻ. താൻ വലിയവനാണെന്ന് പൗലോസ് എവിടെയും പറയുന്നില്ല കേട്ടോ. ഞാൻ ഏറ്റവും ചെറിയവനല്ലോ. എന്നിട്ട് 10 വാക്യം പറയുന്നു, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അമേൻ. സ്തോത്രം. പൗലോസ് പറയുകയാണ്, ഇന്ന് ഞാൻ ഈ 14 ലേഖനങ്ങളും 15 എബ്രായ ലേഖനം പൗലോസാണ് എഴുതിയെന്ന് പറയുന്നത്. സ്തോത്രം. 14 ലേഖനങ്ങളും 15 ലേഖനത്തിലുള്ള പേരുമൊക്കെ എനിക്ക് കിട്ടിയത് അതെന്റെ വിദ്യാഭ്യാസ യോഗ്യതയോ എന്റെ കഴിവോ അല്ല, എന്നോടുള്ള ദൈവകൃപയാ. പരിശുദ്ധമ പറയുക, ദൈവകൃപ വെളിപ്പെടുമ്പോൾ ഇതുവരെ ഇല്ലാത്ത നിന്റെ ഭവനത്തിൽ വെളിപ്പെടും കേട്ടോ. ഇതുവരെ ഇല്ലാത്ത നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും കേട്ടോ. ദൈവകൃപ വെളിപ്പെടുമ്പോൾ നീ മറ്റൊന്നും ആയി മാറും.
അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 22-ാം വാക്യം ഞാൻ എൻ്റെ നാട്ടിലെ സഭയിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചൊരു മെസ്സേജിൻ്റെ ഒരു പോയിന്റാണ്. 20 വർഷം മുന്നേ എൻ്റെ 20-ാമത്തെ വയസ്സിൽ സ്തോത്രം പ്രസംഗിച്ചൊരു മെസ്സേജ് ഉണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 22-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു, ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ദൈവത്തിന്റെ ആത്മാ പറയുക, നിന്റെ ദൈവ അഭിഷേകം ചെയ്തെങ്കിൽ നീ മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. നിന്നെ ദൈവ അഭിഷേകം ചെയ്തെങ്കിൽ നീ ചിലതെല്ലാം തെളിയിക്കും. നിന്നെ ദൈവ അഭിഷേകം ചെയ്തെങ്കിൽ നീ ചിലതിനൊക്കെ വായെ അടക്കുന്നൊരു അഭിഷേകം ഉടാമാന യേശുവിൻ നാമത്തിൽ ദൈവം നിന്നിൽ അത് ചെയ്യാൻ പോകുക. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. ഇന്ന് നിന്നെ കുറിച്ച് പറയുന്ന ചില നാവുകളെ ഞാൻ മിണ്ടാതാക്കാൻ പോകുക. കാരണം നിന്നിൽ കൂടെ ചില തെളിവുകൾ വെളിവരാൻ പോകുന്നു. നീ ദമസ്കോസിൽ ദൈവശബ്ദം കേട്ടെന്നുള്ള തെളിവുകൾ വെളിവരാൻ പോകുക. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും ബാധപ്പെടേണ്ട, മേൽക്കുമേൽ ശക്തി പ്രാപിക്കാൻ പോകുക. പൗലോസേ, ഈ ശക്തി വന്നത് എവിടെയാണെന്നറിയാമോ? ഉയരത്തിലെ ശക്തിയാ. ഇത് നിന്നിൽ വെളിപ്പെടാൻ പോകുക. എവിടെയെങ്കിലും പത്രോസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചെന്ന് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? ആളുകളെ മിണ്ടാതാക്കിന്ന് ഇവിടുന്ന് ഇല്ലില്ലില്ല. പത്രോസ് കണ്ടിട്ടില്ലാത്ത മഹത്വം പൗലോസ് വെളിപ്പെട്ടു. പരിശുദ്ധന്മാർ ചിലരോട് ദൂത് പറയുക കേട്ടോ, നിന്നിലൊരു മഹത്വം വെളിപ്പെടാൻ പോകുകയാ. നിന്റെ കൂടെ നടക്കുന്നവർക്ക് കണ്ടിട്ടില്ലാത്ത, നിന്റെ കൂടെ ആരാധിക്കുന്നവർക്ക് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നിന്റെ ഭവനത്തിൽ വെളിപ്പെട്ട് വരും. അത് ആത്മീകമായും ഭൗതികമായും സാമ്പത്തികമായും കുടുംബത്തിന്റെ ചില മണ്ഡലങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുകയാ. എന്നിട്ട് പൗലോസ് എഴുതി റോമാലേഖനം 8-ാം അധ്യായം 33-ാം വാക്യം, പ്രസിദ്ധമായ വാക്യമാ: ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. ശിക്ഷ വിധിക്കുന്നവൻ ആർ? ഉടരാ ഹതുരാ ജഗൽക്കമന. എന്നെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തെങ്കിൽ ഒരു അപ്പോസ്തലന്മാർക്കും എന്നെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം എന്തെന്നറിയാമോ? അത് ഉയരത്തിൽ നിന്നുള്ള വിളിയാ. 37-ാം വാക്യം പറയുക: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ നിന്നൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വെറും ജയമല്ല കേട്ടോ. ദൈവാത്മാവ് നിങ്ങളോട് പറയുക, പൂർണ്ണ ജയം. ഇന്ന് ദൂത് ഏറ്റെടുത്തോണം. വെറും ജയമായിട്ട് നിങ്ങൾ വീട്ടിലോട്ട് പോകരുത്. ഏതെല്ലാം മേഖലയിലാണോ നിങ്ങൾ തോറ്റുപോയത് അതിലെല്ലാം പൂർണ്ണമായി ജയിക്കാൻ പോകുക. മേൽക്കുമേൽ ശക്തി പ്രാപിക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതി, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എന്ന് വെച്ചാൽ സകല അനുഗ്രഹത്താലും. ആമേൻ. എത്ര പേര് വർക്കാലം അനുഗ്രഹം പ്രാപിക്കാൻ തയ്യാറാ? ഇച്ചിരി അനുഗ്രഹം തരാൻ ഇത് ഏതോ ഒരു ഭരണാധികാരിയല്ല. ഉയരത്തിലെ ദൈവം നിനക്കിതാ സകല അനുഗ്രഹത്താൽ, ആത്മീക അനുഗ്രഹത്താലും നിന്റെ ഭവനത്തെ നടത്താൻ പോകുക. ഇനിയാണ് ഭയങ്കരമായിരിക്കുന്ന, നിങ്ങൾ മറക്കാനാവാത്ത ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മടങ്ങി വരാം, കാരണം സമയം തീർന്നു. നമുക്ക് റോമാലേഖനം അതല്ല 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം വായിക്കണം കേട്ടോ. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം ഇത് പൗലോസ് എഴുതിയ ലേഖനമല്ല. പത്രോസ് അപ്പച്ചന് ആകെ 2 ലേഖനം മാത്രമേ എഴുതാൻ ദൈവം ഭാഗ്യം കൊടുത്തിട്ടുള്ളൂ. അതിലെ 2-ാമത്തെ ലേഖനത്തിൽ 2 പത്രോസ് 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പത്രോസ് പറയുക, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. പത്രോസ് പറയുകയാണ്, ഇത് എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ആദ്യം മത്യാസിനെ തിരഞ്ഞെടുത്ത് മത്യാസിനെ വളർത്തിയെടുക്കാൻ നോക്കിയ പത്രോസ് അവസാനം തോൽവി സമ്മതിച്ചേച്ച് തൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ എഴുതി, ഇതെനിക്ക് കരഞ്ഞുകൊണ്ടല്ലാതെ പറയാൻ ഒക്കത്തില്ല കേട്ടോ. എന്താണെന്നറിയാമോ? നീ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തവണ്ണം സകല ലേഖനങ്ങളിലും. ആമേൻ. ആരാണോ നിന്നെ അംഗീകരിക്കാത്തത്,
ആരാണോ നിന്നെ കൂടെ കൂട്ടാത്തത് അദ്ദേഹം തന്നെ മാറ്റി പറയുന്ന സമയം വരാൻ പോവുകയാ. ഊടാമാന പരിശുദ്ധമായി ഇതെന്നോട് സംസാരിച്ചപ്പോൾ എന്റെ അകം കത്തി കേട്ടോ. നിന്നെ ഇന്ന് ഹസ്ബൻഡ് അംഗീകരിക്കുന്നില്ലായിരിക്കാം, നിന്റെ ക്രിസ്തീയ വിശ്വാസം നിന്റെ ഭാര്യ അംഗീകരിക്കുന്നില്ലായിരിക്കാം. നാളെ അവന് പറയാൻ പോവുകയാ, അവനിൽ വെളിപ്പെട്ടതുണ്ടല്ലോ, ദമസ്കോസിൽ വെളിപ്പെട്ട ഒറിജിനൽ തീയ ഉടരാ യേശുവിൻ നാം ആ തീ ഉണ്ടല്ലോ നിന്നെ അംഗീകരിപ്പിക്കാൻ പോകുകയാ. ഏത് പത്രോസ് നിന്നെ അംഗീകരിച്ചില്ലയോ അതേ പത്രോസ് എഴുതാൻ പോകുകയാ, പൗലോസിനെ അംഗീകരിക്കണം എന്നിട്ട് എഴുതുകയാണ്. അടുത്ത വാക്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. 16-ാം വാക്യം, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. ലേഖനങ്ങളിലെ കാര്യം പറയുന്നത്, അറിവില്ലാത്തവരും അസ്ത്രന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കൾ എന്ന് വെച്ചാൽ നിങ്ങൾ പൗലോസ് പറഞ്ഞ കേൾക്കണം, അല്ലെങ്കിൽ നാശമാണെന്ന്. എന്നാ വിളിയാലേ പൗലോസിന്റെ ലേഖനം കോട്ടിക്കളയരുത്, അത് നാശത്തിലേക്ക് പോകുമെന്ന് തന്റെ 2ാമത്തെ ലേഖനത്തിൽ പത്രോസ് പറഞ്ഞെങ്കിൽ ദൈവത്തിന്റെ ആത്മ പറയുക, മീറ്റിംഗിലെ ദമസ്കോസ്, ഈ സൂം മീറ്റിംഗിൽ വെളിപ്പെടുന്ന ദമസ്കോസിൽ ഉണർവാണെന്ന് പരിശുദ്ധന്മാർ ഞാൻ പറയട്ടെ, ഇത് നിങ്ങളെ ജയത്തിലോട്ട് നയിക്കാൻ പോകുക. ഇന്ന് പലക്കല പരിശുദ്ധന്മാവ് വേണ്ട കണ്ടന്റ് നിങ്ങൾക്ക് തന്നെന്ന് ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് മേൽക്കുമേൽ മേൽക്കുമേൽ ശക്തി പ്രാപിക്കാൻ റെഡിയായിക്കോ. ക്രിസ്തു തന്നെ എന്ന് തെളിയിക്കാൻ നീ അടങ്ങിയിരിക്കരുത് കേട്ടോ. നിന്റെ ആരാധനയെ നീ ഒതുക്കിക്കളയരുത്. നീ ഇന്ന് ചെയ്യുന്ന ചെറിയ കാര്യമായാലും നീ ചെയ്യുന്ന എന്തായാലും നിർത്തണ്ട. ഇതൊരു വെളിപ്പാടാ. ഈ വെളിപ്പാട് എന്തിനൊക്കെ നയിക്കുമെന്നറിയാമോ? അത് 14 ലേഖനങ്ങളിലേക്ക് നയിച്ചു. 15 ലേഖനങ്ങളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാ പറയുക, ഇവിടെ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ തീ നിന്നെ വളർത്താൻ പോവുക. എത്ര വിശ്വസിക്കുന്നു നമ്മൾ വളരാൻ പോവുകയാണെന്ന്? ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ആത്മാവിന്റെ അസാധാരണ വെളിപ്പാട് വരാൻ പോകുക. പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ട് കിട്ടാത്ത തീയാണ് ദമസ്കോസ് വെളിപ്പെട്ടത്. എത്ര വിശ്വസിക്കുന്നു? ഇത് എന്റെ മെസ്സേജാ. പെന്തക്കോസ്ത് നാട് കണ്ടിട്ടില്ലാത്ത തീയാണ് ദമസ്കോസ് വെളിപ്പെട്ടത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുന്നത് വരെയും ദൈവം നിങ്ങളെ മാനിക്കട്ടെ.